ഈ അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് കൊള്ളാം, അടിപൊളിയാണ്. ചെക്കന്മാർ പുലിയെ കൈകൊട്ടിയൊക്കെ വിളിക്കുന്നുണ്ട്. നാളെ വരുന്ന ലക്ഷണം കാണുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എൻ്റെ എക്സ്പ്രഷൻ കണ്ട് ഞാൻ തന്നെ പേടിച്ചു. സംഭവം പാലസിൻ്റെ അവിടെ നിന്ന് ഒരു മ്യൂസിക് ആട്ടോ വന്നത് ആ കേട്ടത്. പാലസിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് നേരെ ഇനി മൈസൂർ സൂവിലേക്കാണ് പോകുന്നത്. അടിപൊളി ഒരു സംഭവം കേട്ടോ സൂ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വിഷമമുണ്ടായിരുന്നു, അതുകൊണ്ട് എന്തെങ്കിലും കഴിച്ചിട്ട് സൂവിലോട്ട് പോകുമെന്ന് കരുതി. അവിടെ അടുത്ത് തന്നെ ഉടുപ്പി റിഫ്രഷ് എന്ന് പറഞ്ഞ ചെറിയൊരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് സംഭവമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഫുഡ് വലിയ ടേസ്റ്റൊന്നുമില്ല, കർണാടകത്തെ ഫുഡല്ലേ, നമുക്ക് കേരളക്കാർക്ക് വലിയ രീതിയിൽ അത് പിടിക്കില്ലല്ലോ. അപ്പോൾ 80 രൂപേൻ്റെ ഒരു ചോറ് കഴിച്ചു. ചോറിന് ഒരു കൂട്ടം സാധനമുണ്ട്. ആ സാധനമൊന്നും ഞാൻ കഴിച്ചില്ല. ഏകദേശം അതിൽ കുറച്ച് ചോറും ഇത്തിരി കറിയും കൂട്ടി ഒരു ചോറ് കഴിച്ചു. പിന്നെന്താ, അവിടെ ഒരുപാട് പേര് ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. അവർക്ക് പറ്റിയ ഫുഡാണല്ലോ ഇത്, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കും ഇതൊക്കെ. പക്ഷേ എനിക്കെന്തോ അതൊന്നും വലിയ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാണ് സംഭവം. കണ്ടോ, ഒരുപാട് കറിയുണ്ട്, കുറച്ച് ചോറുണ്ട്, പപ്പടം, പിന്നെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ആ ഫുഡ് കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. പിന്നെയും കുറേ നടക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി കുറേ നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ സൂവിൽ നടക്കണം, അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. പുള്ളീൻ്റെ പേര് ധർമ്മപ്രസാദ് എന്നാണ് കേട്ടോ. ആള് അത്യാവശ്യം ഒരു 70 വയസ്സൊക്കെ തോന്നിക്കും. അപ്പോൾ പുള്ളീൻ്റെ ഓട്ടോയിൽ കയറി നേരെ നമ്മൾ സൂവിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ ഏട്ടൻ്റെ പേരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഓട്ടോൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ചൊരു സംഭവം ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ആ സൂവിൻ്റെ അങ്ങോട്ടേക്ക് പുള്ളി അവിടെ എൻട്രൻസിൻ്റെ അവിടെ ഇറക്കി വിട്ടു. പിന്നെ നമ്മൾ സൂവിലോട്ടാണ് പോകുന്നത്. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. എൻട്രൻസ് അവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെയാണ് എൻട്രൻസ് വരുന്നത്, മെയിൻ സൂവിൻ്റെ എൻട്രൻസ്. പിന്നെ ടിക്കറ്റ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകണം. ഞാൻ ടിക്കറ്റ് എടുക്കാനാണ് ഇപ്പോൾ പോകുന്നത്. 100 രൂപയായിട്ടുള്ള ടിക്കറ്റ് വരുന്നത്. ഈ മൈസൂർ സൂ ഇല്ലേ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ളൊരു സൂ ആണ്. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള സൂകളിൽ ഒന്നാണ് ഇത് സംഭവം. 250 ഏക്കറിലാണ് ഈ സൂ വ്യാപിച്ചു കിടക്കുന്നത്. അതായത് സൂവിൻ്റെ ഉള്ളിലോട്ട് കയറി ഏകദേശം നമ്മൾ 3 കിലോമീറ്റർ നടന്ന് കാണാനുള്ള സംഭവങ്ങളുണ്ട്. ശ്രീ രാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നെയിം, സൂവിൻ്റെ നെയിം കേട്ടോ. മൈസൂർ സൂ എന്ന് നമ്മൾ പൊതുവെ പറയുന്നതാണ്. 1892 ഇതിൻ്റെ നിർമ്മാണം. സൂവിൻ്റെ ഉള്ളിലോട്ട് നമ്മളൊരു അണ്ടർഗ്രൗണ്ട് വഴിയാണ് പോകേണ്ടത്. നമ്മളവിടെ നിന്ന് സംഭവം ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട് അതിൻ്റെ മേലെ നിന്ന്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി അണ്ടർഗ്രൗണ്ട് വഴിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റില്ല, എൻട്രൻസിൻ്റെ അങ്ങോട്ടേക്ക് നമ്മൾ ഓപ്പോസിറ്റ് നേരെ അങ്ങോട്ടേക്ക് എത്തും. പിന്നെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. 100 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. അവിടെ പിന്നെ ഫോൺ പേയും ഗൂഗിൾ പേ ഒക്കെ ഓക്കെയാണ് കേട്ടോ, അവിടെ അത് വർക്ക് ചെയ്യും. പക്ഷേ മൈസൂർ പാലസിൽ അത് ഇല്ല കേട്ടോ. പിന്നെ ഈ മൈസൂർ സൂ ഇല്ലേ, ചൊവ്വാഴ്ച ക്ലോസ് ആട്ടോ. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. 8:30 ഓപ്പൺ ചെയ്തത് 5:30 വരെയാണ് ടൈം ഉണ്ടാവുക വൈകുന്നേരം. അപ്പോൾ ചൊവ്വാഴ്ച നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഇത് ഓപ്പൺ അല്ല കേട്ടോ, അത് അറിഞ്ഞിരിക്കുക. ഇവിടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കയറിയപ്പോൾ തന്നെ. പിന്നെ സൂവിൻ്റെ വിശാലമായ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. കയറുമ്പോൾ തന്നെ ഒരുപാട് കിളികളെയാണ്, അതായത് ബേഡ്സിനെയാണ് അവിടെ വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി. ഇവിടെ ഒരു അഡാറ ആയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബില്ല്. ആളൊരു രക്ഷയില്ല, അല്ല അടിപൊളി സാധനം കേട്ടോ. വലിപ്പം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത്. കയറുമ്പോൾ ഫുള്ള് പക്ഷികളാണ്. ഇവിടെ ഒരു പക്ഷികളുടെ സംസ്ഥാന സമ്മേളനമാണ്. നമ്മുടെ ലവ് ബേഡ്സ് ആ ടൈപ്പാട്ടോ സാധനമൊക്കെ. ഞാൻ കയറിയ ടൈമിൽ ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസ് അവിടെ വന്നിരുന്നു. ഇവന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ലായിരുന്നു, ഫുള്ള് ബഹളായിരുന്നു. എവിടെ പോയാലും എന്നെ കണ്ടാലും ഫുള്ള് നല്ല കൂവി വിളിയാ, എല്ലാത്തിനെയും നല്ല എൻജോയ് ചെയ്ത് ആസ്വദിക്കുകയാണ് അവർ. ഇവിടെ ഒരു അടാറ് വേറൊരു സാധനമുണ്ട്, ലെസർ അഡ്ജസ്റ്റൻ്റ് സ്ട്രോക്കോ അങ്ങനെ എന്തോ ആണ് പേര്. എൻ്റെ ദൈവമേ, ഈ ഒരു ജീവി, ആ ഒരു ബേർഡ് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല വലിപ്പമുള്ള സാധനമാണ്. ഇതിനുള്ളിൽ നമ്മൾ ഉച്ചയ്ക്ക് വന്നാലാണ് കുറച്ചുകൂടി നല്ലതെനിക്ക് തോന്നുന്നത്. കാരണം മൈസൂർ സിറ്റിയിലെ ആ ചൂട് നമുക്ക് ഒഴിവാക്കിയ നേരതാ. ഇവിടെ നമുക്ക് എക്സിറ്റ് അടിക്കണം, 2.8 കിലോമീറ്റർ നടക്കണം. എറൗണ്ട് 3 കിലോമീറ്റർ നടന്ന് കാണാനുള്ള സംഭവമുണ്ട്. ഓട്ടോയ്ക്ക് നന്നായി, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിന്നിട്ട് നടക്കേണ്ട ഒന്നാണ്.
അപ്പോൾ ഇവന്മാർ ഒച്ച വെച്ച് ഇതാ ഫുള്ള് ബേഡ്സിനെയൊക്കെ വിളിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ നമുക്കൊരു ഇവിടെയാണ് ചില്ലിൻ്റെ ഉള്ളിലാണ് അടിപൊളി സ്പോട്ടാട്ടോ ഇതൊക്കെ. ഈ മൈസൂർ സൂ ഉണ്ടാക്കിയവനെ സമ്മതിക്കണം, അതിൻ്റെ ഒരു രൂപകൽപ്പന ചെയ്തവനെ. ഇവിടെ അതാ പുലിയുണ്ട്, നമ്മൾ കൈകൊട്ടിയൊക്കെ പുലിനെ വിളിക്കുന്നുണ്ട്. ഇവർ ഈ സൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ടായിരിക്കും കുറേ അങ്ങാണ് പുലിയുള്ളത്. 3 എണ്ണം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, 3 പുലിനെ കാണാൻ കഴിയും. ഞാൻ അത് ഇങ്ങോട്ട് അടുത്തേക്ക് വരാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇവർ നടക്കുന്നത് ഭയങ്കര രസമാണ്. ആദ്യം ഒരു അല്പം അടുത്തേക്ക് വരും, പിന്നെ ആ സ്പോട്ട് നിർത്തിയിട്ട് നേരെ ബാക്കോട്ട് പോകും, പിന്നെ നടന്ന സ്പോട്ടിൽ നിന്ന് ഒന്നുകൂടിയും ഫ്രണ്ടിലോട്ട് ഒരു കുറച്ച് മുമ്പോട്ട് വരും, പിന്നെയും അവിടെ നിന്ന് പിന്നെയും ബാക്കോട്ട് പോകും. അങ്ങനെ ലാസ്റ്റ് ഇത് ഫ്രണ്ട് വരെ വന്നു കേട്ടോ. ഏകദേശം 3 ഭാഗത്തേക്ക് വന്നു. ഈ ചില്ലിൻ്റെ അകത്ത് ഇതിങ്ങനെ കാണാൻ വളരെ രസമാണ്. നമുക്ക് രസം, അവിടെയുള്ള ജീവികൾക്ക്. അടുത്തേക്ക് വാ 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 ഉണ്ടോ, ഒരു സ്പോട്ട് നിർത്തി പിന്നെ ബാക്കോട്ട് പോകും, പിന്നെ അടുത്ത മുമ്പോട്ട് പിന്നെയും വരും. അങ്ങനെ അതിനെ കുറേ നേരം നോക്കി നിന്നിട്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത് നമ്മുടെ വെള്ളക്കടുവ. വെള്ളക്കടുവ നമ്മുടെ ഇന്ത്യൻ കടുവയുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അവന്മാർ ഒരുത്തൻ അവിടെ കുളിക്കുകയാണ്, നീരാടുകയാണ്, മറ്റൊരുത്തൻ അത് നോക്കി നിൽക്കുകയാണ്. വെള്ളക്കടുവ ഏതാണ് ആ ഒരു ലുക്ക് കണ്ടില്ലേ? ആളിപ്പോൾ അവിടെ നിന്ന് ആ ചെറിയ പോണ്ടെന്ന് നേരെ ഇറങ്ങി വെള്ളമൊക്കെ കുടഞ്ഞ് കളയാണ്. ഇവിടുന്ന് നമുക്ക് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കാണാൻ കഴിയും കേട്ടോ. ഒരു വിശാലമായ സ്ഥലത്താണ്, ചെറിയൊരു ഗ്രൗണ്ടിലാണ് അവരൊക്കെ ഇട്ടിരിക്കുന്നത്. അടുത്ത നമ്മളെ സിംഹമാണ്, കാട്ടിലെ രാജാവായ ലയൺ. ദൂരെയാണ്, അതുകൊണ്ട് സൂം ചെയ്താണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ക്ലിയർ ഉണ്ടാവും എന്ന് തോന്നുന്നു. ഇതാണ് ലയണിൻ്റെ ഏരിയ. ആദ്യം പിന്നെ നമ്മൾ പുലിനെ കണ്ടു, പിന്നെ കടുവ, പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സിംഹവും വരുന്നത്. ഇവിടെ 2-3 സിംഹമുണ്ട് കേട്ടോ. എല്ലാം ദൂരെയാണ്, അടുത്തേക്കൊന്നും വരുന്നില്ല. ഒരു പക്ഷേ മനുഷ്യന്മാരോ നമ്മുടെ സൗണ്ട് കേട്ടിട്ടാവും, ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടായിരിക്കും കുറച്ച് ദൂരെ മാറി നിൽക്കുന്നത്. ഇവിടെ ഇൻഫോസിസ് നമ്മുടെ ഇതാക്കി വെച്ചതാ സ്പോൺസർ ചെയ്ത വലിയ ഗ്ലാസ് ഒക്കെയാണിത്. അതിൻ്റെ ഉള്ളിൽ ഗോറില്ലയുണ്ട്. ആള് വലിയ ഗോറില്ല കേട്ടോ, ഇരിക്കുന്ന കണ്ടില്ലേ, നമ്മളത്ര വലുപ്പമുണ്ട്, തടിയൻ. എന്നാൽ നമ്മൾ മൃഗങ്ങളെ കാഴ്ചകൾ കണ്ട് മടുക്കും കേട്ടോ. 250 ഏക്കറിലുള്ള തന്നെ നമുക്ക് ചുറ്റും ഒരുപാട് നടന്ന് കാണാം. ഏകദേശം 1450-ലേറെ ആനിമൽസ് ഇവിടെ ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, എത്രയോ മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ കഴിയും. ഞാനിവിടെ കുറച്ച് കാഴ്ചകൾ കണ്ട് മടുത്തു. പിന്നെ ഒരു ചീറ്റപ്പുലി, ആഫ്രിക്കൻ ചീറ്റപ്പുലിയാണ് കേട്ടോ സംഭവം. അവനവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗ്രൗണ്ടിൽ ഓടി നടക്കുകയാണ്. എല്ലാ ആനിമൽസിനും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കാരണം അങ്ങനെ കാണിക്കുകയാണെങ്കിൽ 2-3 മണിക്കൂറും വീഡിയോ ലെങ്ത് വേണ്ടി വരും. ഒരുപാട് ആനിമൽസ് ഞാൻ കാണിക്കാതെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ ആഫ്രിക്കൻ ആനയുണ്ട്. ഇവിടെ വന്ന ഈ ആഫ്രിക്കൻ ആനയെ കാണാം കേട്ടോ. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മളിവിടെ കാണ്ടാമൃഗം കാണാം. ഇവനാള് ഇടയ്ക്ക് വയലൻ്റാവും. വയലൻ്റായി കഴിഞ്ഞാൽ ഫുള്ള് ഇവിടെ ഓട്ടമായിരിക്കും. മണ്ണൊക്കെ ഉഴുതും മറിച്ചിട്ടെന്ന് കാണാം. ഇവൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടാൽ തന്നെ ഞെട്ടിപ്പോവും. നമുക്ക് നേരെ അടുത്ത് നിന്ന് കാണാം കേട്ടോ ഇതിനെയൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് വേറൊരു പക്ഷികളുടെ ലോകത്തേക്കാണ്. ഇവിടെ നമ്മൾ വേറൊരു വൈബ് തന്നെയാണ്. നമുക്ക് വലിപ്പമുള്ള പക്ഷി കേട്ടോ പറന്നു പോകുന്നത്. ഇവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള വേറൊരു സ്പോട്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതാക്കി വെച്ചേക്കാണ്. നല്ല രസമുണ്ട്. ഇതിനുള്ളിൽ കയറുമ്പോൾ വേറൊരു വൈബാണ്. ഏകദേശം സൂവിൻ്റെ അവസാനം എത്തുമ്പോഴേക്കാണ് നമ്മളിത് കാണുന്നത്. അവിടെ ഒരുപാട് പക്ഷികളും പിന്നെ ചെറിയ ചെറിയ ബ്രൂക്സൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഞാൻ കരുതി ഇവിടെ ജിറാഫ് അത് ഇല്ല എന്നാണ്. പിന്നെ മനസ്സിലായി നമ്മൾ സൂവിൻ്റെ അവസാനം എത്തുമ്പോഴാണ് ജിറാഫിനെ കാണുക. ഞാൻ ആദ്യമായിട്ടാണ് ജിറാഫിനെ കാണുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആനിമൽസിനെ കണ്ടു. ജിറാഫാണ് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഹൈറ്റാണ്, 2-3 നില ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് അതിന്. കുറച്ചെണ്ണം അവിടെ എന്തോ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഫുഡ് തിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ നോക്കി കുറച്ചെണ്ണം നിൽക്കുന്നുണ്ട്. ഹൈറ്റാണ്. ഒരു രക്ഷയില്ല കേട്ടോ. ഇതേ പോകുന്നു, അങ്ങോട്ട് നടന്ന് പോവുക.
സൂവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനിമലാണ് ജിറാഫ്. ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഒരുപാട് ആനിമൽസ് ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ആഫ്രിക്കൻ ആന, ഈ ജിറാഫ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സൂവിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് മുമ്പ് വന്നിരുന്നു, പക്ഷെ അന്ന് എനിക്ക് ഇവിടെ കയറാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എൻ്റെ ചാർജൊക്കെ തീരാനായിട്ടോ. ഏകദേശം അത് എടുത്തെടുത്ത് ഞാൻ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ചാർജ് ചെയ്തിട്ട് വീണ്ടും മറ്റൊരു ടണലിലൂടെ നമ്മൾ അണ്ടർഗ്രൗണ്ട് വഴി ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം കേട്ടോ.